ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇത് എല്ലാത്തിൻ്റെയും കൂടിയായിട്ടുള്ളൊരു പെർഫെക്റ്റ് കോംബോയാണ് ഈ ഒരു റെസിപ്പി. അപ്പോഴേ നമുക്കിന്നൊരു ചിക്കൻ റെസിപ്പി ആയല്ലോ. ചിക്കൻ സിമ്പിൾ ചിക്കൻ കറി അല്ല കേട്ടോ, വറുത്തരച്ച ചിക്കൻ കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയില്ല, ചെറിയൊരു പണിയുണ്ട്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റിൽ വറുത്തരച്ച ചിക്കൻ കറി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. എന്നാ വായോ. വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. കടായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 2 വലിയ സവാള നീളത്തിലരിഞ്ഞതും എരിവിനാവശ്യമായ പച്ചമുളകും കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരുപാട് ബ്രൗൺ നിറമാകുന്ന ആവണ്ട, ഒന്നൊന്ന് സോഫ്റ്റായാൽ മതി. പച്ചമണം എല്ലാം മാറിയിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 2 തക്കാളിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഞാനിത് ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഓൾറെഡി മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കുക്ക് ചെയ്യാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട്. ഞാനിതിൽ മസാല ചേർക്കാത്തതെന്ന് വെച്ചാൽ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണല്ലോ, അപ്പോൾ അതിലേക്ക് ഞാനും മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് വറുത്തരച്ചെന്ന് കാണിക്കുന്നില്ല. ഇതിൻ്റെ വീഡിയോ വേണ്ടെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനിതിൻ്റെ തേങ്ങ വറുത്തരയ്ക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങയും കൊച്ചുള്ളിയും വെളുത്തുള്ളി വറ്റൽമുളകും കറിവേപ്പിലിട്ട് നന്നായിട്ട് ബ്രൗൺ നിറാവുന്നതിന് വറുത്തെടുക്കാം. അപ്പോൾ അത് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് കുറച്ച് പെരിഞ്ചീരം കൂടി ചേർക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല അതെല്ലാം കൂടി മൂപ്പിച്ച് ഇത് വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ. ഇതിങ്ങനെ അരച്ചരച്ച് വരുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കുമ്പോഴാണ് കളർ മാറിപ്പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ അരപ്പ് തയ്യാറാക്കിയത്. ഇതിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ ഒന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ ഇട്ടുതരാം. അപ്പോൾ നമ്മുടെ ഈ തേങ്ങ അരച്ചതിൻ്റെ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അതും കൂടി ചേർത്ത് നമുക്ക് എന്താ പറയുക ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ അവസാനം കുറച്ച് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. മല്ലിയില ഇട്ടാലും ഇല്ലെങ്കിലും തേങ്ങ വറുത്തരച്ച കറിക്ക് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് അല്ലേ. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മേലേക്ക് അത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കറി ഏതിൻ്റെ കൂടെയും കോംബോയാണ്. ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടി, ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഏതിൻ്റെ കൂടെയായാലും പെർഫെക്റ്റ് കോംബോയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. എൻ്റെ ചങ്ങായിമാരെ, ഇത് മസ്റ്റ് ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തേങ്ങ വറുത്തരച്ചിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും കൂടി പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ വിട്ടുപോലെ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.